മഞ്ജൂസ് മാക്സ് ഹായ് മക്കളെ, മഞ്ജൂസ് മാക്സ് ടോപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല. വീഡിയോ ഇടാഞ്ഞത് എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മൈക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞു സൗണ്ട് ഒട്ടും പോരാ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു മൈക്ക് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ വീഡിയോസ് പതുക്കെ ഇട്ട് തുടങ്ങാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ CBSE 10 മാത്സിൻ്റെ 3rd ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, അധികമൊന്നും വലിച്ചു നിന്നിട്ടാണ് നമുക്ക് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു പോകാം. എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതായത് എക്സിൻ്റെയും വൈയുടെയും ഒക്കെ 2 വേരിയബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ സിംഗിൾ വേരിയബിൾ ആണെങ്കിലും കുഴപ്പമില്ല, അവിടെ എപ്പോഴും എക്സിൻ്റെയോ വൈയുടെയോ ഒക്കെ പവർ എപ്പോഴും ഒന്നായിരിക്കും. സപ്പോസ് a(x1) a1x പ്ലസ് b1y പ്ലസ് c1 = 0. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് അല്ലേ. വേണമെങ്കിൽ 2x പ്ലസ് 4y പ്ലസ് 6 = 0. കാരണം ഇതിനൊക്കെ എക്സിൻ്റെയും വൈയുടെയും പവർ ഒന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോൾ ഈ ചാപ്റ്ററിൽ പെയർ ആയിട്ടാണ് ലീനിയർ ഇക്വേഷൻ 2 എണ്ണം തന്നിട്ട് സ്വാഭാവികമായിട്ടും അത് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്തുന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഈ ചാപ്റ്ററിൽ 3 മെത്തേഡ് ഉണ്ട്. One is a graphical method, the second one is substitution method, and the third one is elimination method that you have already learned in the 9th standard. പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഒരു സിസ്റ്റം പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ, അത് എന്താ പറയുന്നത്, അത് കുറേ സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒരു ലീനിയർ ഇക്വേഷൻ ഫുള്ള് സോൾവ് ചെയ്തിട്ട് എക്സിന് വൈക്ക് വാല്യൂ കിട്ടുന്നുണ്ടോ, കുറേ വാല്യൂ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. ഫ്രം ദ കോഎഫിഷ്യന്റ് ഇറ്റ്സെൽഫ് നമുക്ക് മനസ്സിലാവും സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് അപ്പോൾ നമുക്ക് നോക്കാം കൺസിസ്റ്റൻസി എന്താണ്, ഇൻകൺസിസ്റ്റൻസി എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു ലീനിയർ ഇക്വേഷന് സൊല്യൂഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ നമ്മളത് ഗ്രാഫിൽ വരയ്ക്കുമ്പം കൺസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഗ്രാഫിൽ വരയ്ക്കുന്ന പോയിന്റ്സ് എവിടെയെങ്കിലുമൊക്കെ കോയിൻസൈഡ് ചെയ്യും. ഈ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് ആക്ച്വലി നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻകൺസിസ്റ്റന്റ് ആകുമ്പോൾ വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാം ഇവർ കോയിൻസൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാരലായിട്ടായിരിക്കും ലൈൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഒപ്പം തന്നെ ഇവർക്ക് ഇത് ഇൻകൺസിസ്റ്റന്റ് ആണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു a1x പ്ലസ് b1y പ്ലസ് c1 = 0 എന്നത് നമ്മുടെ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് ചാപ്റ്ററിൽ എടുക്കുന്നത്. 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. a2x പ്ലസ് b2y പ്ലസ് c2 = 0 is the second linear equation. സോ നമുക്കപ്പം ഇതെങ്ങനെയാണ് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇനി സിസ്റ്റം കൺസിസ്റ്റന്റ് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാം സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ. ഇനി ചില സിസ്റ്റംസ് ഉണ്ട് അത് കൺസിസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് കുറച്ചധികം സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലെ. ചില ഇക്വേഷൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ അറിയാം 2 or 3 വാല്യൂസ് ഒക്കെ എക്സിന് വൈക്കും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് പറയാം സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, പക്ഷെ അതിന് കുറേ സൊല്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇതുപോലെ പാരലൈൻ ആയിട്ട് വരുന്ന കേസിൽ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ അറ്റ് എ ടൈം കണ്ടു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റും. സപ്പോസ് a1/, ആദ്യം തന്നെ കോഎഫിഷ്യൻസിന്റെ റേഷ്യോ എടുക്കുക. a1/a2 = b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ നമുക്ക് പറയാം സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ് ഓർ ലൈൻസ് വിൽ ബിക്കം പാരലൽ, സോ ദർ ഇസ് നോ സൊല്യൂഷൻ എന്ന് നമുക്ക് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് പറയാൻ പറ്റും. ഇനി കൺസിസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട് കൺസിസ്റ്റൻസി. ഒന്ന് സിംഗിൾ സൊല്യൂഷൻ. സിംഗിൾ സൊല്യൂഷൻ ആണെങ്കിൽ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആയിരിക്കും. അപ്പോൾ സൊല്യൂഷൻ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അറ്റ് എ മൊമെന്റ് ഇറ്റ്സെൽഫ് വി ക്യാൻ സേ ദാറ്റ് വെദർ ദ സൊല്യൂഷൻ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഓർ ഇൻകൺസിസ്റ്റന്റ്. ഇനി ഒരു കേസ് കൂടി ഞാൻ പറഞ്ഞു കൺസിസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ കുറേ വാല്യൂസ് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അതായത് ആ ലൈൻസ് കോയിൻസൈഡ് ചെയ്യും അല്ലേ. കോയിൻസൈഡ് ഒരു ലൈൻ വേറെ ലൈനുമായി കോയിൻസൈഡ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കുറേ സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1/b1 = a1/a2 = b1/b2 = c1/c2
C2 ആയിരിക്കും. ഇതാണ് കോയിൻസൈഡ് ചെയ്ത് വരുന്നതിനുള്ള കണ്ടീഷൻ. അപ്പോൾ ഈ 3 കണ്ടീഷൻ നമ്മുടെ മനസ്സിൽ വെക്കുക. മനസ്സിൽ വെച്ച് നമുക്ക് വേഗം പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് വിത്ത് വൺ സൊല്യൂഷൻ. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A1/A2 നോട്ട് ഈസ് ഈക്വൽ ടു B1/B2 ആണ്. പിന്നെ ഇഫ് ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ് ദാറ്റ് മീൻസ് വിച്ച് ഹാസ് നോ സൊല്യൂഷൻ. അങ്ങനെ വരുന്ന കേസിൽ A1/A2 ഈസ് ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 ആണ്. കൺസിസ്റ്റന്റ് ആണ് എന്നാൽ കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻസ്, അതായത് മോർ സൊല്യൂഷൻസ് ഉള്ള കേസിലാണെങ്കിൽ A1/A2 ഈസ് ഈക്വൽ ടു B1/B2 ഈസ് ഈക്വൽ ടു C1/C2 എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 3 കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഹോപ്സോ ചെയ്യേണ്ടെന്നാണ് വിചാരിക്കുന്നത്, കാരണം അത് ഓൾറെഡി ടെക്സ്റ്റിലുള്ളതാണ്. നമുക്ക് എക്സാമ്പിൾസ് എല്ലാത്തിനും ചെയ്ത് നോക്കാം. നിങ്ങളുടെ പ്രാക്ടീസ് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. എക്സസൈസ് 3.1 പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം. അതായത് 10 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 took part in mathematics quiz. അപ്പോൾ ശരിയാണ്, ആ 10 പിള്ളേര് മാത്തമാറ്റിക്സ് ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ നമുക്കറിയാം ഗേൾസിൻ്റെ എണ്ണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ലെറ്റ് ദ നമ്പർ ഓഫ് ഗേൾസ് ബി എക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബോയ്സിൻ്റെ എണ്ണം വൈ ആയിരിക്കും. ടോട്ടൽ ക്വിസിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് എക്സ് ടു 10 സ്റ്റുഡൻസ്. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ദ സെക്കൻഡ് വൺ ഈസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ്. ബോയ്സ് വൈ ആണല്ലേ, ഗേൾസിൻ്റെ എണ്ണം ബോയ്സിനേക്കാളും 4 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി നമുക്കിത് ഗ്രാഫിക്കൽ മെത്തേഡിലൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓരോ ഇക്വേഷനും കുറച്ച് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ്സ് മീൻസ് എക്സിനും വൈക്കും വാല്യൂ. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഞാനത് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി എഴുതാം. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് കുറച്ച് വാല്യൂസ് ഇങ്ങനെ നോക്കാം നമുക്ക്. ഇങ്ങനെ വരുമ്പോൾ ഒരു 2-3 വാല്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ പറ്റും ഗ്രാഫിൽ. അപ്പം നമുക്ക് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് വൈ. എക്സിന് അല്ലെങ്കിൽ വൈക്ക് 0 കൊടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താവും? 4 അല്ലേ. ഓക്കെ, ഇനി വൈക്ക് -4 കൊടുത്താൽ എക്സ് 0 അല്ലേ. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ഒരു 3 കൊടുത്തോളൂ. വൈക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്താവും? 7 ആവും. ഓക്കെ, നമുക്കൊരു 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫസ്റ്റ് എക്സ് പ്ലസ് വൈ എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 4 എന്ന ഇക്വേഷനാണ് നമ്മളിപ്പോൾ പോയിന്റ്സ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്തെടുക്കണം? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10നും കൂടി നമുക്ക് പോയിന്റ് പ്ലോട്ട് ചെയ്യാം. അല്ല, ജസ്റ്റ് എടുക്കാം പോയിന്റ്സ്. അപ്പം നോക്കുക, മാർക്കർ കഴിഞ്ഞു. ശരി, അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10നും കൂടി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 10, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 10. നമുക്ക് 2നും 5 കൊടുത്തു കഴിഞ്ഞാലും ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണല്ലോ. ശരി, നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ മാക്സിമം വാല്യൂ 10 ആണ് വരുന്നത്, മിനിമം വാല്യൂ -4 വരുന്നുണ്ട്. വൈ -4, എക്സ് മാക്സിമം 10, വൈ 10 മാക്സിമം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കണം. അതനുസരിച്ച് വേണം നമുക്ക് സ്കെയിലിംഗ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഞാൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണ്, കാരണം നമുക്ക് നെഗറ്റീവ് വൈ -4 വരുന്നത്. ഇത് നമുക്ക് വൈ ആക്സിസ് ആണ്, ഇത് നമുക്ക് എക്സ് ആക്സിസ് ആണ്. അപ്പം മാക്സിമം നമുക്ക് 10 വരെ എടുക്കാം അല്ലേ. ഇത് 0, 1 നിങ്ങൾ അധികം അകത്തിൽ വരയ്ക്കാൻ നിൽക്കണ്ട. അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് പോയിന്റ് ഇങ്ങനെ 10 വരെ എടുക്കാം. 10 വരെ ഇവിടെ എടുത്തു. ഇനി മേലെ ഇതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് 10 വരെ എടുക്കുന്നത് നമുക്ക് അറിയാലോ അല്ലേ.
10 വരെ ഞാൻ ഇവിടെ എടുത്തു. നമുക്ക് ഞാൻ പറഞ്ഞു y ആക്സിസ് നോക്കൂ, y ഇവിടെ -4 ഒരു വാല്യൂ വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഞാൻ താഴേക്കും -1 -2 -3 -4 എന്ന് വരെ എടുത്തു. ഇനി ഇങ്ങോട്ട് നമുക്ക് 1 2 3. സോ ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് x 0 ആകുമ്പോൾ y 10 ഇവിടെ കൊടുക്കാം. 0 10 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് y 0 ആകുമ്പോൾ y 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ ആണ് അല്ലേ. y is equal to 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന്റെയും x is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസിന്റെ ഇക്വേഷൻ ആണ്. അപ്പം y 0 ആകുമ്പോൾ x 10. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം 10 0. പിന്നെ 5 5 നമുക്ക് നോക്കാം. ഇവിടെ 5 ഇവിടെ 5 കൃത്യമായിട്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു ലൈൻ കിട്ടേണ്ടതാണ്. നമ്മുടെ ഇങ്ങനെ പോകണം. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. x 4 ആകുമ്പോൾ y 0 ആണ്. 4 0 ഇവിടെ വരും. പിന്നെ x 0 ആകുമ്പോൾ y -4, അപ്പോൾ അതിവിടെ വരും. ഓക്കെ, ഇപ്പം 2 പോയിന്റ് കിട്ടി. നമുക്ക് x 7 ആകുമ്പോൾ y 3. x 7 ആകുമ്പോൾ y 3 എന്ന് പറഞ്ഞ് ഇവിടെയും തന്നിട്ടുണ്ട്. നമ്മൾ ഗ്രാഫിലൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്ത് പോകും. കറക്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഇപ്പോൾ ഇതാണല്ലേ. നമ്മൾ ഗ്രാഫിൽ വരച്ച് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഈ പോയിന്റും ആണ് നമ്മുടെ കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റ് എന്തായാലും 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. x + y = 10 ആണ്. x - y = 4 ആണ്. അപ്പോൾ നമുക്ക് 2x = 14, x = 7. ഇവിടെ കറക്റ്റ് 7 അടുത്താണ് വരുന്നത്. കറക്റ്റ് മെഷർമെന്റ് എടുത്ത് വെച്ച് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 3 ആണ് കേട്ടോ. 7 3 ആണ് നമ്മൾ പ്ലോട്ട് ചെയ്ത് നമ്മുടെ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് കൃത്യമായിട്ട് ഗ്രാഫിൽ വരയ്ക്കുമ്പം ഒന്നും ആലോചിക്കേണ്ടത് തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ മെഷർമെന്റ് ഒന്നും കൃത്യമല്ല, അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടി വന്നത്. അപ്പോൾ 7 3 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം ഗ്രാഫിക്കൽ മെത്തേഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് വേർഡ് പ്രോബ്ലം തന്നിട്ട് അധികം നിങ്ങൾ ഇക്വേഷൻസ് ഉണ്ടാക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പോയിന്റ്സ് ഒക്കെ കൊടുക്കാം. നമുക്ക് നോർമലി ഒരു 3 പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ലൈന് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഇക്വേഷനും ഒരു 3 പോയിന്റ് വീതം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു പ്രോബ്ലം അടുത്ത് നമുക്ക് ടെക്സ്റ്റിലെ വേറൊരു പ്രോബ്ലം നോക്കാം. അതായത് 5th ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് 3.1 5th ക്വസ്റ്റ്യൻ. ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ whose length is 4 meter more than its width is 36 meter എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ഗാർഡൻ. നമുക്ക് ഗ്രാഫ് ഒന്നും വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഗാർഡന്റെ റെക്ടാങ്കുലർ ഗാർഡൻ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ ലെങ്ത്തും ബ്രെഡ്ത്തും ആണുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡയമെൻഷൻ ജസ്റ്റ് കണ്ടുപിടിക്കാനാവും. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു വേർഡ് പ്രോബ്ലം ആണ്. കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ. ഹാഫ് ദ പെരിമീറ്റർ നമുക്കറിയാം 2 × L + B ആണെന്ന് അറിയാം. ഇത് നമുക്ക് 36 ആണ് തന്നിട്ടുണ്ട്. സോ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഹൂസ് ലെങ്ത് ഈസ് മോർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത്. ലെങ്ത് ഈസ് 4 മോർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബ്രെഡ്ത്ത് B ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഹാഫ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഈ ഹാഫ് × 2 × ഇവിടെ കിടക്കട്ടെ. ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിന്റെ 4 കൂടുന്നതാണ്. സോ നമുക്കിവിടെ എല്ലിന്റെ സ്ഥാനത്ത് നമുക്ക് B + 4 കൊടുക്കാം. B + 4 + B = നമുക്ക് 36 എന്ന് വന്നു. സോ ഈ 2 × 2 ക്യാൻസലായി. B + B 2B + 4 = നമുക്ക് 36 കിട്ടി. അപ്പോൾ നമുക്ക് 2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 - 4 = നമുക്ക് 32 എന്ന് വന്നിട്ടുണ്ട്. സോ B = 32/2 = 16 എന്ന് കിട്ടി. സോ B 16 ആണെങ്കിൽ what will be the value of y?
L is equal to B plus 4 and it's given. So 16 plus 4 is equal to 20 ആണ്. So these are the dimensions of this rectangular garden. തന്നിരിക്കുന്ന കണ്ടീഷൻ പെരിമീറ്റർ ഒക്കെ പകുതിയാണെന്ന് പറഞ്ഞ് തന്നിരുന്നു. അപ്പം നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണ് റെക്ടാങ്കുലർ ഗാർഡന്റെ ലെങ്ത് ബ്രെഡ്ത്ത് എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ബാക്കിയൊക്കെ തേർഡ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിരുന്നില്ല. A1/A2 B1/B2 കോഎഫിഷ്യൻസ് അതെടുത്തിട്ട് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ സോ മെനി സൊല്യൂഷൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 7th ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. Draw the graph of the equations where x minus y plus 1 is equal to 0. Then ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, നമുക്ക് ഇക്വേഷൻസ് മാത്രം നോക്കി എഴുതാൽ മതി. എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0 ഫസ്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. Then 3x plus 2y minus 12. 3x plus 2y minus 12 is equal to 0 എന്ന് തന്നിട്ടുണ്ട്. രണ്ട് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിറ്റർമൈൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് ദ എക്സ് ആക്സിസ് ആൻഡ് ഷെയർ ദ ട്രയാങ്കുലർ റീജിയൻ. എക്സ് ആക്സിസ് ആയിട്ട് അപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ ഈ ലൈൻസിന്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ മേ ബി നമുക്ക് സം പോയിന്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അത് എക്സ് ആക്സിസുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആ ട്രയാങ്കിളിനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം. അപ്പോൾ രണ്ട് ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്യണം അല്ലേ, പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണം. അതിന് നമുക്ക് ഫസ്റ്റിൻ്റെ എടുക്കാം. ഇതിനെ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സും വൈയും കൊടുക്കുകയാണെങ്കിൽ ഇത് എക്സ് കൊടുക്കാം. അപ്പോൾ ഇത് വൈ പ്ലസ് 1 വരും അല്ലേ. എക്സ് ഈസിക്കൽ ടു വൈ പ്ലസ് 1, വൈ ഈസിക്കൽ ടു നമുക്ക് എക്സ് പ്ലസ് 1 എന്ന് കൊടുത്തൂടെ. ഇവിടെ നമുക്ക് എക്സ്, അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 അല്ലേ. നോക്കൂ, വൈ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് 1 എടുക്കാം അല്ലേ. ശരി, അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 1 എടുത്തു. ശരി, നമുക്ക് നോക്കാം. എക്സ് മൈനസ് 1 ആയി കഴിഞ്ഞാൽ വൈ 0 വന്നു. then എക്സ് 2 ആയി കഴിഞ്ഞാൽ വൈ 3 വന്നു. എക്സ് 4 ആയി കഴിഞ്ഞാൽ വൈ 5 വരും. അപ്പം അങ്ങനെ പോകും. ഇനി എക്സ് മൈനസ് 1 ആണെങ്കിലോ, എക്സ് മൈനസ് 1 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് ഒരു ലൈൻ വരയ്ക്കാനുള്ള പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തതും കൂടി നോക്കാം. 3x plus 2y minus 12 is equal to 0. ഇതിൽ നിന്ന് നമുക്ക് 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 12 മൈനസ് 3x എന്ന് എടുക്കാം. ഈ 12നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, 3xനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്, 12 മൈനസ് 3x ബൈ 2 ആണ്. ഒക്കെ എക്സിൻ്റെ ടേബിൾ എടുക്കുകയാണ്, കാരണം ഗ്രാഫിലെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഇത് y എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് എക്സ് 12 മൈനസ് 3x ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കൊടുത്ത് നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 6 ആണ് അല്ലേ. 3 × 0 0, 12 മൈനസ് 0 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി എക്സിന് 4 കൊടുത്താലോ, അപ്പോൾ നമുക്ക് 0 കിട്ടും. ഇനി എക്സിന് 2 കൊടുത്താലോ നമുക്ക് 6/2 3 കിട്ടും. ശരി, നമുക്കിനി പോയിന്റ്സ് റെഡി ആയില്ല. നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. കറക്റ്റായിട്ട് വരച്ചാലേ കൃത്യമായിട്ട് കിട്ടുള്ളൂ. നമുക്ക് നോക്കാം മാക്സിമം പോയിന്റ് ആണ്. എക്സിൽ എനിക്ക് -1 വന്നിട്ടുണ്ട്. പിന്നെ വൈയിൽ മാക്സിമം വന്നേക്കുന്നത് 6 ആണ്. അപ്പോൾ നമുക്കിത് 1 2 3 ജസ്റ്റ് അങ്ങനെ തന്നെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് 0 1 2 3 4. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എക്സ് -1 കൂടി വന്നേക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് -1 കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ നമുക്ക് വന്നേക്കുന്നത് വൈ നമുക്ക് നോക്കാം. വൈ മാക്സിമം 6 വരെ വന്നിട്ടുണ്ട്. സോ 1 2 3 4 5 6 വരെ നമുക്ക് വൈയുടെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ലൈൻ നമുക്ക് പ്ലോട്ട് ചെയ്യാം. -1 0 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ, ഒരു പോയിന്റ് ഇവിടെ കിട്ടി. 2 3 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വന്നു, കറക്റ്റായിട്ട് ഇവിടെ വന്നു.
ദെൻ 4 5 എന്ന് പറയുമ്പോൾ 4 എടുക്കുന്നു, 5 ഇവിടെ വന്നു. ശരി, നമുക്ക് ഈ ലൈൻസ് എന്നൊന്ന് കറക്റ്റായിട്ട് വരച്ചു പോവാം. ഇങ്ങനെ വന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത പോയിന്റ് പ്ലോട്ട് ചെയ്യാം. 0 6, 0ക്ക് ഇവിടെ 6 വരുന്നുണ്ട്. ഇത് 0 6 എന്ന പോയിന്റ് ആണ് കറക്റ്റ്. ദെൻ 4 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരും. 2 3 എന്ന് പറയുമ്പോൾ നമുക്ക് 2 3 നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ഞാനിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ പോകും. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെർട്ടിസസ് കണ്ടുപിടിക്കാനാണ് അല്ലേ. ഇങ്ങനെ ഈ രണ്ട് ലൈൻസ് തമ്മിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും വിത്ത് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ടൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആ ട്രയാങ്കിളിലെ വെർട്ടിസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ഇവിടെയും കൂടി വരുന്നുണ്ട്, ഈ ഭാഗവും കൂടി ഉണ്ടല്ലേ ട്രയാങ്കിൾ. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ. ദിസ് ഇസ് എ ട്രയാങ്കിൾ. സോ ഇതിൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇത് നമുക്കറിയാം. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, -1 0 ആണ്. ഒരു വെർട്ടെക്സ് കിട്ടി. ദെൻ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് വന്നിരുന്നത്, 4 0 ആണ് അല്ലേ. ഇത് 4 0 ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 3 ആണ്. സോ ദിസ് ഈസ് ദ വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് യൂസിങ് ദ ലീനിയർ പെയർ ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. നമുക്ക് സിമ്പിളായിട്ട് പോയിന്റുകൾ പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് യൂസ് ചെയ്ത് നമുക്ക് ഈ ലീനിയർ പെയർ ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കാം.